ഗായ്സ് ഞങ്ങളൊരു സ്ഥലം വരേക്ക് പോവാണ്. എങ്ങോട്ടാണ് പോകണമെന്ന് സർപ്രൈസാണ്. യെസ്, അവിടുന്ന് കാണാം. ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ മദ്രസിൻ്റെ തൊട്ടടുത്തുള്ള മദ്രസിൽ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളുടെ മദ്രസിലെ എല്ലാ കുട്ടികളെ വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആദ്യം പോകുന്നത് ഞാനും ഈ മൊയ്തും കൂടിയാണ്. ഇനി ഞങ്ങൾക്ക് ഇവിടെ കണ്ട കുറേ സംഭവങ്ങളിൽ കുറച്ച് സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ കാണുന്നത് ഏറ്റവും ചെറിയ തേങ്ങയാണ്. ഈ സംഭവം പണ്ട് കാലത്തെ മെഡലാണ് ഗൈസ്. ഇപ്പം നിങ്ങൾ കാണുന്നത് പണ്ട് കാലത്തെ നാണയങ്ങളാണ്. ഇങ്ങനെ പാട്ടുപാടി നടക്കാറുണ്ടെന്നുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ ഈ നയ പൈസകളൊക്കെ കാണുന്നത്. ഈ പെന്നാണ് പണ്ട് കാലത്തുള്ളവരൊക്കെ ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ഇപ്പത് ട്രെൻഡായി വന്നിക്കണു. ഇത് പണ്ടത്തെ വീടിന്റെ ലോക്കാണ്. ഈ സംഭവങ്ങളൊക്കെ അന്ന് ഫ്ലെക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അച്ചടിച്ചിരുന്ന ഓരോ സംഭവങ്ങളാണ്. ഇപ്പം നിങ്ങൾ കാണുന്നത് ആദിവാസി വളയാണ്. വെരിഫൈഡ് ഗൈസ്, നമ്മൾ ആദിവാസിയാണ്. ഏത് ഇനത്തിൽപ്പെട്ടാണ്? ഇതെന്താ? പിന്നെ അവിടെ കാണുന്ന ഓരോ സംഭവങ്ങളും ഇതെന്തിനാ അതെന്തിനാ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഞാനും ഷെഹ്മയും കൂടി അവിടെയുള്ള കുട്ടികളെ നല്ലോണം ഇടങ്ങാറാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെയുള്ള കുട്ടികളൊക്കെ അടിപൊളിയാണ്. ഓരോരോ കാര്യങ്ങളും ഭയങ്കര ക്ലിയർ ആയിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു ഞങ്ങളോട് സംസാരിച്ചിരുന്നത്. ഇത് അന്നത്തെ കാലത്തെ വീടിൻ്റെ ലോക്കാണ്. ഇപ്പം നിങ്ങൾ കാണുന്നത് അന്നത്തെ കാലത്തെ ജയിലിൻ്റെ ലോക്കാണ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ സംഭവം ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ എന്തൊക്കെയോ ആക്കുന്നത്. അതേപോലെ ഒന്ന് ആക്കി നോക്കിയതാണ്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നാരങ്ങ പിഴിയുന്ന സംഭവമാണ്. അന്നത്തെ കാലത്ത് ആളുകൾ ഉപയോഗിച്ചിരുന്ന പേഴ്സാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. ഇതൊക്കെ അവരുപയോഗിച്ചിരുന്ന ഓരോ ആഭരണങ്ങളാണ്. ഈ പച്ച ബെൽറ്റ് കണ്ടിട്ട് ഷെഹ്മ പറയാണ് ഇതോടെ വല്യപ്പാൻ്റെ അടുത്തുണ്ടെന്ന്. ഞങ്ങള് നമ്മളെ എണ്ണ പോയത് പറഞ്ഞില്ലല്ലോ. പറയണ്ട, നമ്മള് കാണിച്ചല്ലോ. അതെ കാഴ്ച നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അടിപൊളിയായിരുന്നു. മദ്രസത്തെ കുട്ടികളൊക്കെ ഭയങ്കര ആക്റ്റീവ്, നല്ല ബോണ്ടായിരുന്നു. ഓര് തമ്മിൽ ഭയങ്കര ബോണ്ട്. ഞങ്ങൾ നല്ല കമ്പനി ആയിട്ട് നല്ല കുട്ടികളൊക്കെ ഇഷ്ടമായി. എല്ലാവരും നല്ല എല്ലാ കാര്യങ്ങളും പുരാതന വസ്തുക്കളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും നല്ല രീതിക്ക് ഒരു എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ബംഗാളികള് ഷെമ അതിൻ്റെ ഇടയിൽ നോമ്പൊക്കെ തുറന്ന് ഷെമൊക്കെ നോമ്പുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞോ? അപ്പൊ ഷെമൊക്കെ നോമ്പുണ്ടായിരുന്നു. ഓളവിടുന്ന് നോമ്പൊക്കെ തുറന്ന് നമ്മള് ഷവർമ എന്നാൻ പോവാണ്. അപ്പോ അവിടെ കാണാം. ഷവർമ തിന്നാൻ വന്നതാണ്. ഞങ്ങൾ മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഷവർമ പറയാൻ പറഞ്ഞു. അപ്പം നമ്മുടെ ഷവർമ എത്തിയിട്ടുണ്ട്. ഇനി അത് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. പിന്നെ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി അവിടെ ഫുള്ള് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം